നമ്മളെല്ലാവരും ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഒറ്റയ്ക്ക് ജീവിക്കാനും മറ്റുള്ളവർക്ക് മുൻപിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ നമുക്കതിന് കഴിയാതെ വരുന്നു. ശരിക്കും നിങ്ങൾ സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല. അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്ത നമ്മളെ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ ആ ചിന്തകളെല്ലാം മാറി നമുക്കും പറ്റും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇതെല്ലാം എന്ന് തോന്നാൻ ഒരു ചെറിയൊരു പൊടിക്കൈയുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നതാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എന്നാൽ വലിയ ഒരു കാര്യമാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത്. അത് 2 വീലറോ 4 വീലറോ ആയിക്കൊള്ളട്ടെ. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു വാഹനം ഉണ്ടായിട്ടും നിങ്ങൾ ഓടിക്കാൻ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വേറെ നിങ്ങളുടെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾക്കോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ അവരുടെ എല്ലാ കുത്തുവാക്കുകളും നിങ്ങൾ കേൾക്കേണ്ടി വരും. അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. പബ്ലിക് ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് ഒത്തിരി അവൈലബിൾ ആണ്. എന്നിരുന്നാലും നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ വീട്ടിൽ വാഹന സൗകര്യവും ഉണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഒരു ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, വണ്ടി ഓടിക്കാനും പഠിക്കണം. അതിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാറ്റമാണ്. നമ്മളെ നമുക്ക് തന്നെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ മുഖത്തിൽ, നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ പൊയ്ക്കോളൂ, കണ്ണാടിയുടെ മുമ്പിൽ ചെല്ലുക, ഒരു കത്രിക എടുക്കുക, നിങ്ങളുടെ മുടി അങ്ങ് മുറിക്കുക. അത്യാവശ്യം വ്യത്യാസത്തോടു കൂടി തന്നെ മുടി മുറിച്ചോളൂ. എങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാം. പക്ഷേ ഈ ഇത്തിരി കുഞ്ഞന്മാർ കാന്താരി മുളക് പോലെയാണ് കേട്ടോ. കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അനുഭവത്തിൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഒത്തിരി മാറ്റങ്ങൾ കടന്നു വന്നാലോ.